അപ്പോൾ എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ പാലക്കാട് ലുലു മാള് ദേ ഇന്ന് ഓപ്പൺ ആവണം, അതായത് നമ്മുടെ ഡിസംബർ 18. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ദേ ഹൈപ്പർ മാർക്കറ്റിലും ഫാഷൻ സ്റ്റോറിലൊക്കെ കയറിയപ്പോൾ ഞാൻ കയറിയത് എൻ്റെ ഏരിയയിലാണ്, അതായത് ഫൺട്യൂറയിൽ. ഫൺട്യൂറ എന്ന് പറയുമ്പോൾ കാണാനുണ്ട് കുറേ ടോയ്സുകളും അതുപോലെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ പാലക്കാട് ലുലു മാളിൽ ആദ്യമായിട്ട് കയറിയ ഏറ്റവും ചെറിയ യൂട്യൂബർ ഞാൻ തന്നെയാണ്. ഏത് മല്ലു ബേബി. അപ്പോൾ കുറേ നേരം ഞാൻ കുറേയൊക്കെ നോക്കി നിന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ വർക്കിംഗ്, എവിടെയൊക്കെയാണ് എനിക്ക് കളിക്കാൻ പറ്റിയ ഏരിയ എന്നൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നേരെ അവിടെ കണ്ടത് കുറേ കാറുകളും അതുപോലെ ബൈക്കുകളൊക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ എല്ലാ ടോയ്സും ഗെയിംസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എന്നെപ്പോലുള്ള കിഡ്സിനും അതേപോലെ തന്നെ കുറച്ച് വലിയവർക്കുമൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഫൺ ടൂർ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിന് വേണ്ടി നമുക്ക് വേറൊരു ദിവസം വന്ന് നമുക്കതൊരു വേറൊരു വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഞാൻ ആദ്യം കയറിയത് നമ്മുടെ ബൈക്കിലാണ്. പിന്നെ ഞാൻ നേരെ പോയത് കാർ റേസിങ്ങിനാണ്. കാർ റേസിങ്ങിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാലെത്തൂല. ആ കാലെത്താണ്ട് ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. അതിന് പിന്നെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പറഞ്ഞുതരാനൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഈ ഒരു ഏരിയ മാത്രം മതി. നമ്മുടെ കൂടെ എത്ര ഏജ് ഉള്ളവരാണെങ്കിൽ കൂടി അവർക്ക് അപ്പുറത്ത് ഷോപ്പ് ചെയ്യുക, നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ നമ്മുടെ ഏരിയയിൽ കളിക്കുകയും ചെയ്യുക. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ടോയ് സിറ്റി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ പോയത് കുറച്ച് ഫാമിലിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ നോക്കാനാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ എന്നെ ശരിക്കും ഞെട്ടിച്ച കാര്യം വിശാലമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണിത്. വിശാലമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ഓടിയാലും എത്താൻ പറ്റില്ല കേട്ടോ. കണ്ട നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, വിശാലമായിട്ട് ഇങ്ങനെ കിടക്കണതാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ നല്ലൊരു സ്മെല്ല് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. നോക്കിയപ്പോൾ എന്താ ഫുള്ളായിട്ട് അറബിക് ഡെസേർട്ടുകൾ, അറബിക് സ്റ്റൈലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് ലൈവായിട്ട് അവർ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അറബിക് ഫുഡ്സും അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ പിക്കിൾസ്, മെയിനായിട്ട് എല്ലാത്തരം പിക്കിൾസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ട എല്ലാ പിക്കിൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ സാധനങ്ങളും ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാളിൽ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്.
അപ്പം അതിൻ്റെ കോർണറിലായിട്ട് തന്നെ കുറേ നട്ട്സും അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സ്പെഷ്യലായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചതും അല്ലാതെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുള്ളായിട്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ അവർ നമ്മുടെ ഫൺ ടൂറൊക്കെ വന്നതുകൊണ്ടും ഇനിയും കൊണ്ടുപോകേണ്ടത് കൊണ്ടും ഇതൊക്കെ നമ്മളൊന്ന് അവർക്ക് വേണ്ടി എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സാധനങ്ങൾ ഒരൊറ്റ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് ഓരോരോ കടകളായിട്ട് കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് വേണ്ട ഹെൽത്തി ഫുഡ്സും അതുപോലെ വെജിറ്റബിൾസും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എല്ലാം നമുക്ക് നമ്മുടെ ലുലുവിൽ വന്നാൽ എല്ലാം ആ ഒരൊറ്റ സമയം ലാഭം. അതേപോലെ തന്നെ നമുക്കിനി വെറുതെ അവിടെ ഇവിടെയും പോയി കയറി ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ കണ്ണ് ഇതെന്താണിത് ശരിക്കും പൂക്കൾ അടുക്കി വെച്ച പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം അത്ര ഭംഗിയായിട്ടാണ് ഓരോ സാധനങ്ങളും അടുക്കി അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പച്ചക്കറികൾ അതുപോലെ തന്നെ മറ്റ് ഗ്രീൻ ലീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്ര ഭംഗിയായിട്ട് അത്രയും നീറ്റായിട്ടാണ് അവർ അടുക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതിൻ്റെ ആ ഭംഗിയും ആ കളറുകളും ഓരോ കോമ്പിനേഷനായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിനേക്കാളും തള്ളിയത് എൻ്റെ പാരൻസിൻ്റെയാണ്. കാരണം ഇതിലേത് വാങ്ങിച്ച് എനിക്ക് തരണം എന്നുള്ളൊരു ചിന്തയിലാണ് അവരുള്ളത്.
അപ്പോൾ ഇനി എന്തായാലും എൻ്റെ അമ്മയ്ക്ക് എന്നെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ആകെ ഒരു പാലക് ചീരയും നോർമലി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീരയൊക്കെയാണ് എനിക്ക് വെച്ച് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കണ്ടില്ലേ എന്തൊക്കെ തരം ചീരകളും അതേപോലെ തന്നെ വെജിറ്റബിൾസാണെന്നറിയോ ഇവിടെ വെച്ചിട്ടുള്ളത്. അത്രയൊന്നും കണ്ട മൾട്ടി കളറായിട്ടുള്ള ഗ്രീൻ ലീവ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഫുഡിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷൻസൊക്കെ നമ്മുടെ വീഡിയോയിൽ വരും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എക്സൈറ്റഡ് ആവട്ടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. പാലക്കാടുകാർക്ക് പുതിയൊരു അനുഭവമായിരിക്കും. കാരണം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ മറ്റ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. എന്താ പറയുക, ഫുള്ളി എക്സൈറ്റഡ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതൊന്ന് എല്ലാം ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫാമിലിയോടെ വന്നിട്ട് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളും എന്തായാലും വന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കണം. കാരണം അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെയാണ് നമുക്ക് എല്ലാ സാധനങ്ങളും. അത് മാത്രമല്ല എല്ലാം ഹൈലി ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ നല്ലോണം ഹെൽത്ത് നോക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ബെറീസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്ത് എൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ എനിക്ക് ആകെ അമ്മ വാങ്ങി തന്നിട്ടുള്ളത് ഇതേ നമ്മുടെ ഈ ഒരു സ്ട്രോബെറി മാത്രമാണ്. പക്ഷേ ഇനി അവിടെ ഇത് മാത്രമല്ല എല്ലാ ബെറീസും നമുക്ക് അവൈലബിൾ ആണ്. വെജീസും അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മറ്റ് വെജിറ്റബിൾസൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ ഡയറ്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെയാണ് ഇനി കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആവണ്ടേ. അപ്പോഴേ മെയിനായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാനിവിടെ നിന്ന് ഒരു സാധനം വലിച്ചിട്ടിട്ടില്ല, ഒരു സാധനം ഞാൻ നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടപ്പോൾ അത്രയും ഭംഗിയിലാണ് അവർ അടുക്കി വൃത്തിയാക്കി, അത്രയും ഭംഗിയോടുകൂടിയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു സാധനം പോലും എനിക്ക് എടുത്ത് താഴെ ഇടാനോ അതല്ലെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കാനോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. അത് അതിൻ്റെ ഭംഗിയോടെ തന്നെ ഫുള്ളി ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതോടെ കഴിഞ്ഞു.